ഞാനിന്നേ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഗാലറി പോയത് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസുകളും വീഡിയോസും കണ്ടു. അപ്പോൾ ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ 4 കൊല്ലത്തെ അധ്വാനം കേട്ടോ അത്. ഒരു 4 അല്ല 3 കൊല്ലത്തെ. അപ്പോൾ ഞാൻ കുറേ പച്ചക്കറിയും പിന്നെ വാഴയൊക്കെ ഉണ്ടായിരുന്നു, ഡ്രാഗൺ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. അത് 2 വെച്ചിട്ടുണ്ടായുള്ളൂ. പിന്നെ കൂടുതൽ പച്ചക്കറിയായിരുന്നു. അപ്പോൾ ചീരയും കോളിഫ്ലവറും കാബേജ് അങ്ങനെ പല പച്ചക്കറി, ഒരു വീട്ടാവശ്യത്തിന് എന്തൊക്കെ വേണോ എല്ലാ പച്ചക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തുള്ള സ്കൂളിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു 2 ചേച്ചിമാർ സ്ഥിരമായിട്ട് മേടിക്കുമായിരുന്നു എൻ്റെ അടുത്ത്. അതൊക്കെ എന്തായാലും ഒരു ദിവസം ഒരു 400 രൂപ വീട്ടിലിരുന്നിട്ട് തന്നെ കിട്ടാറുണ്ട്. അതേപോലെ അതുപോലെ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയോ, ഒരു ദിവസം ഒരു 10 തൈ വെക്കും, ഒരു കണക്ക് വെക്കും. നാളെ ഒരു 10 തൈ വെക്കണം, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെയാണ് വെള്ളത്തിൻ്റെ പേരും പറഞ്ഞിട്ട് പ്രശ്നമായിട്ട് വീട്ടിൽ അതിനൊരു വർത്തമാനം വേണ്ട വെച്ചിട്ട് ഞാൻ പച്ചക്കറി മൊത്തം നിർത്തി കേട്ടോ. പിന്നെ ഈ മണ്ണ് കൊണ്ടേ കളയാൻ തോന്നില്ല, അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ മണ്ണ് കയറ്റുന്നത്. ഒരു ദിവസം 10 ബക്കറ്റ്, അങ്ങനെ ഒരു ദിവസം 10 കവറിൽ മണ്ണ് നിറയ്ക്കും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കണ്ടേ. അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ അത് ചെയ്തവർക്കറിയാം എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്, പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നിർത്തിയ സമയമാണ് കൂൺകൃഷി നിർത്തേണ്ട വന്നു. തറവാട്ടിലായിരുന്നു കൂൺകൃഷി ചെയ്തത്. ആ തറവാട്ടിൽ പിന്നിലാണ് കാടയും കോഴിയും താറാവും പ്രാവും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആടിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോയിട്ട് കൂൺകൃഷി പഠിപ്പിച്ച കുട്ടികളെ പഠിപ്പിക്കാൻ പോയത് കേട്ടോ. അതിൽ കുട്ടികൾ എൻ്റെ കൃഷിയൊക്കെ കാണാൻ വന്നതാണ്. അങ്ങനെ തറവാട് പൊളിക്കേണ്ട വന്നതെന്ന് പറഞ്ഞാൽ തറവാടിൽ അതിൻ്റെ പ്രശ്നങ്ങൾ കാരണം പൊളിക്കേണ്ട വന്നു, ഓരോ പ്രശ്നം കാരണം. അപ്പോൾ ആ കൂൺകൃഷി നിന്നു. അങ്ങനെ വരുമാനം മൊത്തം പോയി. അപ്പോൾ എന്നെ ആർക്കും ആവശ്യമില്ലാണ്ടായിപ്പോയി. അന്ന് തുടങ്ങിയതാണ് എന്നെ ആവശ്യമില്ലാണ്ടായത്. ആർക്കും എന്നെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും, ഇല്ലാത്ത സമയം ആരും ഉണ്ടാവില്ല. അതാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത്. പൈസയാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കിയത്.